ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിവാദ നായകനായ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പൊറ്റി പോലീസ് ആസ്ഥാനത്ത് വരെ കയറിപ്പറ്റി എന്നാണ് ഏറ്റവും പുതിയ വിവരം. പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലാണ് ഈ ഗുരുതരമായ വീഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. ADGP എസ് ശ്രീജിത്തിനെ ഉണ്ണികൃഷ്ണൻ പൊറ്റി പൊന്നട അണിയിക്കുന്ന ചിത്രങ്ങൾ വരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മട്ടന്നൂർ ശങ്കരൻ മാരർക്കൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത്. ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ കാട്ടി കൂടുതൽ തട്ടിപ്പ് നടത്തി എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അതിലേക്ക് പിന്നീട് വരാം. ശബരിമലയിലെ അപ്രഖ്യാപിത തന്ത്രി ചമഞ്ഞു നടക്കുന്ന കിളിമാനൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കെതിരെ അന്വേഷണം ആരംഭിച്ച രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയ ഇടപാടുകൾ നെയ്ത്തേങ്ങ മുതൽ പൊന്നട ചാർത്തൽ വഴി സ്വർണ്ണപ്പാളി വരെയാണ്. 2020-25 കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റികളുടെ ഇടപാടുകളെ പറ്റിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. 3 വർഷത്തിനിടെ ഉണ്ണികൃഷ്ണൻ പൊറ്റി 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ മാത്രം നടത്തിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരു, തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഈ ഇടപാടുകളിൽ ഭൂരിഭാഗവും. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്തെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലും നേറ്റിക്കര കോടതിയിലും ഒക്കെ കേസുകൾ നിലവിലുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. പിന്നെ നെയ്യഭിഷേകത്തിന്റെ പേരിൽ വരെ ഉണ്ണികൃഷ്ണൻ പൊറ്റി തട്ടിപ്പ് നടത്തി പണപ്പിരിവ് നടത്തി എന്നും കണ്ടെത്തിയിട്ടുണ്ട്. വളരെ തന്ത്രപരമായാണ് ഈ നെയ്യഭിഷേകത്തിന്റെ പേരിലുള്ള തട്ടിപ്പ്. നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകും. 2001 മുതൽ 2023 വരെ ഇങ്ങനെ എത്തിച്ചത് 10,000-ലധികം നെയ്ത്തേങ്ങകൾ എന്നാണ് സൂചന. വിവിധയിടങ്ങളിലെ പാവം ഭക്തർ ശബരിമലയിൽ ചെന്നെത്താൻ സാധിക്കാത്തവരൊക്കെ പ്രാർത്ഥനയോടെ നെയ് നിറച്ച നെയ്ത്തേങ്ങകൾ കൈമാറും. അത് ജീവനക്കാരെ വെച്ച് ശേഖരിച്ച് പമ്പയിൽ നിന്നും ട്രാക്ടറുകളിൽ സന്നിധാനത്തേക്ക് എത്തിച്ച് അവിടെ അഭിഷേകം ചെയ്ത് ഈ പ്രസാദം ഭക്തർക്ക് തിരിച്ചയച്ചു കൊടുക്കും. അതിനൊരു വിലയും ഈടാക്കും. ഇതുവഴി ഉണ്ണികൃഷ്ണൻ പൊറ്റി പിരിച്ചെടുത്തത് നെയ്ത്തേങ്ങകൾ ശബരിമലയിലേക്ക് എത്തിക്കേണ്ടത് ആചാരപൂർവം ഇരുമുടിക്കെട്ടിനുള്ളിലാണ് എന്നിരിക്കുകയാണ്. ആചാരവും അനുഷ്ഠാനവും ഒക്കെ ലംഘിച്ചുകൊണ്ട് ഇതേ ശബരിമല സന്നിധാനത്ത് നിന്നുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കച്ചവട ഇടപാട്. പിന്നെ സർക്കാരിലേക്ക് ഒരു ജുവലറിയുമായി ബന്ധപ്പെട്ട ഒരു ആംബുലൻസ് സ്പോൺസർ ചെയ്തിരുന്നു. ഇതിന് ഇടനിലക്കാരൻ നിന്നതും ഇതേ ഉണ്ണികൃഷ്ണൻ പൊറ്റി തന്നെയാണ്. ആംബുലൻസിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങിന്റെ ഭാഗമായാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത്. 1 മാസം മുമ്പായിരുന്നു. അധിക സമയമൊന്നും എടുത്തില്ല. ശബരിമലയിലെ പോലീസ് വാഹനത്തിനായി ഇടനില നിന്നതും ഇതേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെയായിരുന്നു. ഭീമ ജുവലറിയിൽ നിന്നും ഓഫ് റോഡ് ഗുർഖ ജീപ്പ് വാങ്ങി ശബരിമലയ്ക്ക് നൽകി. മുഖ്യമന്ത്രിക്കാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ താക്കോൽ നൽകിയത്. ആംബുലൻസ് കൈമാറിയ ചടങ്ങ് നടന്ന അന്ന് തന്നെയാണ് ഈ ചടങ്ങ് നടന്നത്. അതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി പോലീസ് ആസ്ഥാനത്തെത്തി ADGPയെ പൊന്നട അണിയിച്ചത്. ഇതിനിടെ തങ്ങൾക്ക് പറ്റിയ വീഴ്ചയും അബദ്ധവും നാണക്കേടും ഒക്കെ പരിഹരിക്കാനായിട്ട് യോഗങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ തകൃതിയായി മുന്നോട്ട് പോവുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇപ്പോഴെന്താണ് അവർ പറയുന്നത്? സ്വർണ്ണപ്പാളി വിഷയത്തിൽ ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. 2019 മുതൽ 25 വരെയുള്ള മുഴുവൻ ഇടപാടുകളും പോലീസല്ല ഹൈക്കോടതി അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കും. പറ്റുമെങ്കിൽ പോലീസിനും പരാതി നൽകുമെന്നാണ് ഇപ്പോൾ ബോർഡിന്റെ തീരുമാനം. എന്തായാലും ഈ 2019 മുതൽ 25 വരെയുള്ള കാലയളവിൽ CPM നിയമിച്ച ബോർഡ് പ്രസിഡന്റുമാർ തന്നെയാണ് ശബരിമല ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്. ദേവസ്വം പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് അനന്തഗോപനും A പത്മകുമാറും ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ നടത്തിയതിനെതിരെ സർക്കാരിനെ ഈ വിവരം ധരിപ്പിക്കാനും CPM സംസ്ഥാന സെക്രട്ടറി അടക്കം മുന്നിൽ ഈ വിഷയം കൊണ്ടെത്തിക്കാനും ദേവസ്വം ബോർഡ് ഇപ്പോൾ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തായാലും സ്വർണ്ണപ്പാളി വിഷയത്തിൽ നെയ്ത്തേങ്ങ മുതൽ സ്വർണ്ണപ്പാളി വരെ സന്നിധാനത്ത് നിന്നും കച്ചവട ഇടപാടുമായി മുന്നോട്ട് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് കാത്തിരുന്നറിയേണ്ടത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച